തിളച്ച എണ്ണയിലേക്ക് ചിരട്ട ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കാമെന്ന് കണ്ടു നോക്കിക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ചിരട്ട ഇട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഹലോ ഫ്രണ്ട്സ്, കേക്കൻ ഗെറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം. ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ്, നമ്മൾ കുക്കറിൽ ചോറ് അല്ലെങ്കിൽ കപ്പ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തുറക്കണമെങ്കിൽ ഓടിപ്പോൾ എല്ലാവരും അതിൻ്റെ വെയിറ്റ് അങ്ങ് ഊരി മാറ്റും. അപ്പോൾ വെള്ളം ചീറ്റാനും ദേഹത്തോട്ട് ആ വെള്ളം എല്ലാം വീഴാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൈപ്പിൻ്റെ ചോട്ടോട്ട് വെച്ച് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ അടപ്പ് തുറക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം അതിൻ്റെ വെയിറ്റ് ഊരി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തുറക്കുമ്പോൾ, അല്ലാതെ ആരും ആ ചൂടോട് കൂടി ഒരിക്കലും കുക്കറിൻ്റെ വെയിറ്റ് ഊരരുത്. ദേഹത്തോട്ട് വെള്ളം തെറിക്കും. പൈപ്പിൻ്റെ ചോട്ട് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ് നമ്മളിവിടെ ചിക്കൻ കറി, മട്ടൻ കറി, അതുപോലെ ബീഫ് കറി, മുട്ടക്കറി, എന്ത് കറി വെച്ചാലും മസാല ചേർത്ത് എന്ത് കറി വെച്ചാലും ഇതിലേക്ക് ഈ ഒരു സൂത്രം ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത്ര തരം മസാലകൾ ചേർത്താലും ഈ ഒരു സൂത്രം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കറിക്ക് സൂപ്പർ ടേസ്റ്റാണ്. അതായത് ഒരു അരമുറി നാരങ്ങ അതുകൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടൊന്ന് കറി വെച്ച് അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കൂ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പാത്രം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചാൽ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഇതുപോലെ നമ്മുടെ വീടുകളിൽ ഗരം മസാല ഒക്കെ മേടിക്കാറാണ് പതിവല്ലേ. നമ്മൾ മിക്ക ആൾക്കാരും മേടിച്ച് പൊടിച്ച് വെക്കാറില്ല. ചിലരൊക്കെ മേടിച്ച് പൊടിച്ചൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും സാധനം ഇപ്പോൾ നോയമ്പലത്തേക്ക് മേടിച്ചാണ് ഈ മസാല കൂട്ട്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇത് പൊടിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ കറിക്കൊക്കെ എന്നാ ടേസ്റ്റാണെന്നറിയാവും. നമ്മൾ വെളിയിൽ നിന്ന് പൊടിയായിട്ട് മേടിക്കുന്നതിനെക്കാട്ടിലൊക്കെ സൂപ്പർ ടേസ്റ്റാണ് നമ്മളിങ്ങനെ പൊടിക്കുന്നത്. ഇത് ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് പൊടിച്ച് വെക്കുന്നത്. ഇത് വറുത്ത് ഞാൻ പൊടിക്കാറില്ല. ഇതേ രീതിയിൽ വെക്കുമ്പോഴത്തേക്കും വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മണമൊക്കെ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇത് പൊടിച്ച് വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഇതിങ്ങനെ അതിൻ്റെ എല്ലാം പേറ്റിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ പൊടിയെല്ലാം ഉണ്ടെങ്കിൽ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ നിങ്ങളും എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനത്തെ സാധനം മേടിച്ച് എല്ലാവരും പൊടിച്ച് വെക്കാൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റിലുള്ള കറി കൂട്ടാം ഇനി എല്ലാവർക്കും. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. ചട്ടിയിലേക്ക്, തിളച്ചു കൊണ്ടിരിക്കുന്ന ചട്ടിയിലേക്ക് ഒരു കഷ്ണം ചിരട്ട ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? നല്ല കിട്ടിക്കാച്ചിയ ഒരു സൂത്രമാണിത്. അതായത് ഞാൻ കുറച്ച് എണ്ണ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ചട്ടി, പഴയ ചട്ടി എടുത്താൽ മതി, പുതിയ ചട്ടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ആ ഒരു പഴയ ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ ചട്ടിയിലേക്ക്, ഇരുമ്പ് ചട്ടി വേണമെന്നൊന്നുമില്ല, ഏത് ചട്ടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് കടല എണ്ണ, ഒലിവ് ഓയിൽ, അതുപോലെ അതിന് പിന്നെ നല്ലെണ്ണ, ഇങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണയാണ് അവിടെ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ എണ്ണ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ ബിൽ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെ ചിരട്ട കൊണ്ടുള്ള അടിപൊളി ടിപ്പുകളൊക്കെ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ AC ഇല്ലാതെ തന്നെ നമ്മുടെ റൂമൊക്കെ നല്ല കൂളാക്കാൻ പറ്റിയ ചിരട്ടയും കൊണ്ടുള്ള ടിപ്പുകളൊക്കെ എൻ്റെ ചാനലിലോട്ട് കാണാത്തിരുന്ന് പോയി കാണണം കേട്ടോ. ഇനി നമുക്ക് ആ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഫ്ലെയിം അങ്ങ് തീർത്ത് കുറച്ച് വെച്ചേക്കണം. കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. ഒത്തിരി ഒന്ന് ചൂടാവും ഒന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. പിന്നെ ഫ്ലെയിം അങ്ങ് കുറച്ചിട്ടേക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചിരട്ടയുടെ പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ല. എന്നിട്ട് ഈ എണ്ണയും ഈ ചിരട്ടയും നമ്മുടെ മഞ്ഞൾ പൊടിയും കൂടെ കരിയാതെ ഇതേ രീതിയിലൊന്ന് തിളച്ച് കിട്ടണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ഈ എണ്ണയിൽ തന്നെ ആ ചിരട്ട കിടന്ന് നല്ലപോലെ വെന്തിറങ്ങണം കേട്ടോ. ആ ചൂടോട് കൂടി തന്നെ വെന്തപ്പോൾ ഒരു കളർ വ്യത്യാസം നമ്മുടെ ആ എണ്ണയ്ക്ക് വരും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന മുട്ടുവേദന, അതുപോലെ തന്നെ കൈവേദന, കാലുവേദന, കുട്ടികളൊക്കെ വീണിട്ട് വരുമ്പോൾ ചതവൊക്കെ ആയിട്ട് വരത്തില്ലേ, ആ ഒരു മുറിവിന് എല്ലാം പറ്റി അടിപൊളിക്കിട്ട് കാച്ചിയ ഒരു എണ്ണയാണിത് കേട്ടോ. എത്ര വർഷം പഴക്കമുള്ള കാലുവേദനയാണെങ്കിലും മുട്ടുവേദനയാണെങ്കിലും സന്ധിവേദന, അതുപോലെ വെരിക്കോസ് വെയിൻ, ഇതിൻ്റെയൊക്കെ വേദനയൊക്കെ നമുക്കൊന്ന് ശാന്തമാക്കാൻ പറ്റുന്ന അടിപൊളി എണ്ണയാണ്. ഗുളികയൊക്കെ മേടിച്ച് കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു മൂപ്പം പറഞ്ഞു തന്ന അടിപൊളി ഒരു ടിപ്പാണിത്. നല്ലൊരു എണ്ണയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ഇനിയിപ്പോൾ ആ ഫ്ലെയിം ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ചിരട്ടയുടെ
കളറെല്ലാം നല്ലപോലെ ഇളകിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ചിരട്ട ഇതിൻ്റെ നിന്ന് എടുത്ത് മാറ്റുന്നില്ല കേട്ടോ, അതിൻ്റെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സൂത്രം കൂടാണ്. എന്താ വെച്ചാൽ നമ്മുടെ കർപ്പൂരം, നല്ല പച്ച കർപ്പൂരം ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ആ കർപ്പൂരം ഒന്ന് കയ്യിലൊന്ന് ഞെവിടി നമുക്കൊന്ന് പൊടിച്ചതിനകത്തിട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 തുളസി ഇലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മരുന്ന് എന്തെങ്കിലും നമ്മുടെ പനിക്കൂർക്കല അങ്ങനെയുള്ള എന്താണെങ്കിലും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2 അല്ലി ഇതും ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ തുളസി ഇലയുടെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ചൂട് മതി, പിന്നെ ഫ്ലെയിം ഓണാക്കി കൊടുക്കരുത് കേട്ടോ. ഇതിൻ്റെയൊക്കെ മണം മാറിപ്പോകരുത്, സ്മെല്ല് മാറിപ്പോകരുത്, കഴിഞ്ഞ പോലെ ആയി പോകരുത്. അപ്പോൾ നമുക്ക് ആ ചട്ടിയുടെ ചൂടോടെ കൂടി അങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് പിന്നെ കയ്യിലേക്ക് ഇത് പറ്റി കാണിക്കുക. കൈവേദന, കൈയുടെ മുട്ടുവേദന, എന്ത് വേദനയ്ക്കാണെങ്കിലും നല്ലൊരു ശാശ്വത പരിഹാരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടതാണ്. ഇത് കുറച്ച് കയ്യിലെടുക്കുക. അതിനുശേഷം ഇത് നമ്മുടെ കൈ വേദനയുള്ള ഏത് ഭാഗത്താണോ അത് ഇങ്ങനെ അങ്ങോട്ട് റൗണ്ടിൽ തന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആ വേദന മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ചിരട്ടയും കൊണ്ടൊന്ന് ഇത് ചെയ്ത് നോക്കണം. ഇപ്പോൾ ചിരട്ട ആരും വലിച്ചെറിഞ്ഞ് കളയില്ല. ചിരട്ടയിൽ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കാനും വെള്ളം കുടിക്കാനും, വെള്ളം ഇങ്ങനെ വെന്ത് കുടിക്കുന്നതൊക്കെ നല്ലതാണ് ചിരട്ടയുടെ. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. കണ്ടില്ലേ, നമ്മുടെ ആ എണ്ണയുടെ കളർ ആകെ മാറിയിട്ടുണ്ട്. ചൂട് മാറിക്കഴിഞ്ഞിട്ട് കുറച്ചിരി ഒരു വിസ്താരമുള്ളൊരു പാത്രത്തിൽ, ചെറിയ കുപ്പിക്കകത്ത് ചിരട്ടയോടെ ഇട്ട് വെക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് പാവട്ടമുള്ള സൈസ് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ മാത്രമേ ചിരട്ടയോട് കൂടി തന്നെ കിടക്കുന്നതാണ് നല്ലത്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.